ഇതിനാ കുറേ നാൾ കഴിഞ്ഞിട്ട് ഇടുന്ന വീഡിയോ ആണ്. എന്തെന്ന് വെച്ചാൽ കുറേ നാളായിട്ട് ജോലി വയ്യായ്മ, പിന്നെ ആ ഒരു റിലാക്സേഷന് വേണ്ടി ഒരു വീക്കെൻഡ് അങ്ങ് മുംബൈ പോയി എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. അപ്പം എടുത്ത് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ വരുമ്പോൾ പി ജി ലൈഫ് എന്ത് കഷ്ടപ്പാടാണ്. നമ്മൾ വീട്ടിൽ എന്ത് സുഖമായിട്ട് നല്ല ഭക്ഷണവും എപ്പോഴും നല്ലോണം കഴിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് വേറൊരു സ്ഥലത്ത് വന്ന് ഹിന്ദി എനിക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ടായി. എന്നിട്ടിവിടെ ഇവിടെ സീനിയേഴ്സൊക്കെ ടോക്സിക്കും, പിന്നെ വർക്ക് എൻവയോൺമെൻറ്റ് ഒത്തിരി ടോക്സിക്കൊക്കെ ആയി ജീവിതം ഭയങ്കരമായിട്ട് മുരടിച്ച് നമ്മൾ വെളിയിലൊന്നും പോകാറില്ല. അങ്ങനെ വയ്യാതെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോയി മുംബൈയിൽ. എന്ന് വെച്ചാൽ ഒരു റിലാക്സേഷൻ, ഒരു വീക്കെൻഡ് പോയാണ്. അപ്പോൾ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി സൈക്കിളൊക്കെ എടുത്ത് മുംബൈ നഗരത്തിലൂടെയൊക്കെ ഇങ്ങനെ പോയാൽ, ഞാൻ പൂനെയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് മുംബൈ പോകണം. അതിന് മുമ്പ് ഞാൻ മുംബൈയിൽ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ സിനിമയിലും ടി വിയിലും മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ മുംബൈ എങ്ങനെ ഇരിക്കുന്നതെന്ന്. മുംബൈയുടെ ഓരോ കോർണറും വലിയ വലിയ കെട്ടിടം, ബ്രിട്ടീഷുകാർ പണിഞ്ഞ കെട്ടിടങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു. നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോയിട്ടില്ല. അപ്പം പി ജിക്ക് ഇവിടെ വന്നതിന് ശേഷം അതൊരു വീക്കെൻഡ് ഇത്ര റിലാക്സ്ഡ് ആയിട്ട് ആദ്യമായിട്ടാണ് പോയത്. നമ്മൾ അവിടുന്ന് സൈക്കിളെടുത്ത് മുംബൈ നഗരമൊക്കെ രാത്രി ചുറ്റിക്കണ്ട്. ഇത് മുംബൈയിൽ നമ്മളിങ്ങനെ പണ്ട് ടെററിട്ടൊക്കെ നടന്ന താജ് ഹോട്ടലിൻ്റെ ഒരു സൈഡ് വശമാണ് കേട്ടോ. ഇതിൻ്റെ അടുത്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറയുമല്ലോ, ഇന്ത്യ ഗേറ്റ് അത് തന്നെ. അത് അവിടെ ഒരു ഫ്ലാഗ് കണ്ടില്ല, ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറയുന്ന. അങ്ങനെ രാത്രി മുംബൈ നഗരമൊക്കെ കണ്ടു. അതൊക്കെ ഒരു വൈബായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളെപ്പോഴും ജീവിതത്തിൽ ഓരോ റിസ്ക് ഒക്കെ എടുത്ത് ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോഴല്ലേ നമുക്കിങ്ങനെ ഒറ്റ ദിവസം എനിക്ക് കിട്ടിയുള്ളൂ. ഞാൻ അന്ന് ഒരു സാറ്റർഡേ വൈകിട്ട് ഇറങ്ങി മൺഡേ രാവിലെ വരെ നിന്ന്. എന്ന് വെച്ചാൽ കൂടി പി ജി ലൈഫിൽ ടയേർഡാണ്, ഒട്ടും ഉറക്കമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് മുംബൈ പോകുന്നത് തന്നെ വലിയൊരു ഇതായിരുന്നു. എന്ന് വെച്ചാൽ കഷ്ടപ്പാടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ ചാൻസ് എടുത്ത് കാണണമെന്നുള്ള ആഗ്രഹം, ട്രാവൽ ചെയ്യുമെന്നുള്ള ആഗ്രഹമൊക്കെ കാരണം, പിന്നെ മാനസികമായിട്ട് ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു ഇവിടെ ഈ കാലഘട്ടം. അപ്പോൾ ഞാനൊന്ന് മുംബൈ പോയി. പക്ഷെ അവിടെ പോയപ്പോൾ ഭയങ്കര റിലാക്സേഷനായിരുന്നു മുംബൈ കൂടെ പോയതെന്നുള്ള മനസ്സിൻ്റെ ഒരു അക്സെപ്റ്റൻസും. നമ്മളിങ്ങനെ ഇത് മറൈൻ ഡ്രൈവ് ആണ് കേട്ടോ. നമ്മളിങ്ങനെ പണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുള്ള നെക്ലേസ് ഓഫ് പേൾ മറൈൻ ഡ്രൈവിൽ നിന്ന് മുംബൈയുടെ ബാക്കിയുള്ള കെട്ടിടങ്ങളും എല്ലാം കാണാമെന്നൊക്കെ പറഞ്ഞ ആ ഒരു അറിവേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതവും മാനസികമായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. എന്ന് വെച്ചാൽ ഭയങ്കര ആശ്ചര്യത്തോടെയാണ് ഞാനിതൊക്കെ കണ്ടത്. പിന്നെ അവിടെ വന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ജീവിതം ഭയങ്കര സ്ട്രെസ്ഫുള്ളും ഫുൾ ജോലിയും ഉറക്കമില്ലായ്മയും എന്ന് വെച്ചാൽ പി ജി ലൈഫിൻ്റെ കഷ്ടപ്പാടിലൊക്കെയാണ്. ഇപ്പം ഇവിടെ കാണുന്നതൊക്കെ ഞാൻ ഓരോ മുംബൈയിൽ നിന്നെടുത്ത ഓരോ സീനുകളൊക്കെയാണ് കേട്ടോ. ഓരോ കെട്ടിടങ്ങളും ഓരോ സ്ഥലങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര രസവും ആശ്ചര്യമൊക്കെ തോന്നും. പണ്ടത്തെ ബിൽഡിങ്ങാണ് മിക്കതും. അതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നോ, ഇത്രയും നല്ലതാണോ? ഇതൊക്കെ കാണുന്ന അവിടുത്തെ ടാക്സിയൊക്കെയാണ് കേട്ടോ. ഈ എല്ലാം യെല്ലോയും പണ്ടത്തെ മാതിരിയാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് സൈക്കിള് ചവിട്ടി ഇങ്ങനെ പോകുന്നത് തന്നെ മാനസികമായിട്ട് ഭയങ്കര കാറ്റൊക്കെ കൊണ്ടിങ്ങനെ ഇതിപ്പോൾ രാത്രി ഒരു 3 മണിയായി കാണും. ഇത് അവിടുത്തെ ഒരു ബിൽഡിംഗ് തന്നെ കണ്ടില്ലേ, നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന മുംബൈ ആണെന്ന് തന്നെ ഡൗട്ടാണ്. എന്ന് വെച്ചാൽ വെളിയിലുള്ള റഷ്യയിലെ ഏതോ സ്ട്രീറ്റിൽ കൂടെ നമ്മളിങ്ങനെ സൈക്കിള് ചവിട്ടി പോകുന്ന ഒരു ഫീലായിരുന്നു ഇവിടെയൊക്കെ പോയപ്പോഴാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ വീക്കെൻഡ് അങ്ങനെ ഞാൻ അടിച്ചു പൊളിച്ചു. പിന്നെ എനിക്ക് മാനസികമായിട്ട് ഒട്ടും ഒന്നിനും സമയം കിട്ടില്ല. ഇതാണ് എൻ്റെ ഫ്രണ്ട് ദിലീപ്, അവൻ മുംബൈയിലുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ വീട്ടിലാണ് സ്റ്റേ ഒക്കെ ചെയ്തത്. എന്ന് വെച്ചാൽ ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു മുംബൈയിൽ പോയിട്ട്. പിന്നെ ഇത്രയും നാൾ കഴിഞ്ഞിട്ടാണ് ഒരു വീഡിയോ ഇടുന്നത്. അപ്പം ആ വീഡിയോ ഇത്രയും നാളൊരു വീഡിയോ ഇടാൻ പോലും സമയമില്ലായിരുന്നു. അപ്പം ഭയങ്കര സന്തോഷത്തിലാണ് വീഡിയോ ഇടുന്നത്.